ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുതിയ അപ്ഡേറ്റ് 3.5 അപ്ഡേറ്റ് വന്നെന്നുള്ള കാര്യം. അപ്പോൾ ആ അപ്ഡേറ്റിൽ വന്നൊരു പുതിയൊരു ഫീച്ചറാണ് നമ്മളെ ഹോം ബിൽഡിംഗ് ദ ഹോം. അത് നമ്മൾ ചെയ്യേണ്ടുള്ള ഒരു രീതി എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പ്രൊഫൈൽ എടുക്കുക, എൻ്റർ ദ മൈ ഹോം എന്ന് കൊടുക്കുക. അപ്പം നമ്മൾ ആ ഹോമിലോട്ട് ചെല്ലും. ആദ്യം കാണിക്കുന്ന ഇങ്ങനെയായിരിക്കും ഇന്റർഫേസ്. ഇതേ കണക്കൊരു മെത്തേഡിലായിരിക്കും കാണിക്കുന്നത്. ഇന്റർഫേസ് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചെന്നിട്ട് ഇതിങ്ങനെ ബിൽഡിംഗ് ഫില്ല് ചെയ്യണം. ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫ്ലോർ ഓക്കെ ആയി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇത് ബിൽഡിങ് ചെയ്യാം. അതായത് ഫസ്റ്റ് അതിന് മുമ്പായിട്ട് നമ്മൾ ഈ മോണിൽ കൊടുത്തേക്കുന്ന ഈ 8 ഇത് സ്റ്റെയറിന്റെ ആണ് ഈ 8 കൊടുത്തേക്കുന്നത് എന്ന് പറയുമ്പോൾ 2 നില നമുക്ക് പണിയാൻ പറ്റും. അതേ കണക്കാണ് ഈ ടൈൽ അടുക്കി വെച്ചേക്കുന്ന ഒരു ഫോട്ടോ കൊടുത്തേക്കുന്നുണ്ട്. അത് 40 കൊടുത്തേക്കുന്നത്. അതിനനുസരിച്ച് നിർത്തി നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ ഈ മതിൽ നമുക്ക് ഇതിപ്പോ എന്തെങ്കിലും മറ്റേ കിട്ടിയേക്കുന്ന മതിലാണ്. മാക്സിമം ഇങ്ങനെയുള്ള മതിലുകൾ എടുക്കാവുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. എന്താ ഈ പോയിന്റ് കാണാം, 5 പോയിന്റ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സാധനങ്ങൾ കുറഞ്ഞിരിക്കും, പക്ഷെ പോയിന്റ് കൂടുതലായിരിക്കും. നമുക്ക് ഇതിനായി 40 ഇത് വെക്കുമ്പോൾ തന്നെ ഒരുവിധം മാക്സിമം പോയിന്റ് കയറും. അതനുസരിച്ച് നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. ഇതിപ്പോ ചുമ്മാ ചെയ്യുവാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് നമ്മൾ മാക്സിമം ഈ 1 ആയിട്ടുള്ള വാളുകളൊന്നും ഫിറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. പിന്നെ ഡോറുകൾ പോലെ കണക്ക് തന്നെ ഡോറുകൾ നമ്മൾ ഇങ്ങനെയുള്ള 2 പോയിന്റ് ഉള്ള ഡോറുകളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഈ കൂടിയ പോയിന്റ് ഡോറുള്ള അതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ നോക്കുക. കൂടുതലും ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കുറെ പോയിന്റ് കൂട്ടാൻ പറ്റും. ഇപ്പം തന്നെ 70 പോയിന്റ് ഞാൻ ഇത്രയും സാധനം ചെയ്തതേ ഉള്ളൂ. പിന്നെ അതേ കണക്ക് തന്നെ ഈ ഫ്ലോറും നമുക്ക് ഇത് വാങ്ങണമെന്നില്ല, വേറെ ഫ്ലോർ വാങ്ങാൻ കിട്ടും 5 പോയിന്റ് ഉള്ള. അത് ഞാൻ നിങ്ങൾക്ക് ഷോപ്പിൽ കയറി കാണിച്ചു തരാം. പുതിയ ഡോർ വരാം. പിന്നെ വിൻഡോ അതേ കണക്ക് തന്നെ ഈ 2 പോയിന്റ് ഉള്ള വിൻഡോ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അതേ കണക്ക് തന്നെ ഈ 7 പോയിന്റ് ഉള്ള വേറെ വേറെ പല പല പോയിന്റ് ഉള്ള വിൻഡോസുകളുണ്ട്. മാക്സിമം ഈ കുറഞ്ഞ പോയിന്റ് ഉള്ള വിൻഡോസുകൾ നമ്മൾ പർച്ചേസ് ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക. സാധാ നമുക്ക് കയറുന്ന സമയത്ത് ഇത് കിട്ടും, പക്ഷെ നമ്മൾ അത് പർച്ചേസ് ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം ഞാൻ ഇത് ഗ്ലോബലി കളിച്ചേക്കുന്നത് കൊണ്ട് എനിക്ക് അറിയാം ഇതിനെക്കുറിച്ച്. നമുക്ക് കുറെ ഇത് കിട്ടും. ഇതിപ്പോ ചുമ്മാ ഫിറ്റ് ചെയ്യുക. ഇപ്പൊ എന്താ 23 ഇതായി മതിലും റൂഫും ഫ്ലോറും വാളും ഒക്കെ ആയി. ജനലും വിൻഡോ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത നമ്മൾ കൈവരി എന്നൊക്കെ പറയും. ഇതാണ്ട ഇത് ഫിക്സ് ചെയ്യുക. ഇതും നമ്മൾ കുറഞ്ഞ പോയിന്റ് ഉള്ള മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഇങ്ങനെ കൂടിയ പോയിന്റ് ഉള്ളത് എടുക്കാൻ നോക്കുക. ഇതിപ്പോ 2000-ന്റെ ഇതൊക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരെണ്ണം വെച്ച് തന്നെ 16 പോയിന്റ് കിട്ടുന്നത്. 2000 കോയിൻ കൊടുക്കണം. പക്ഷെ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ കോയിൻ 2000 കൊടുക്കണം. എന്നാലേ മാത്രമേ നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ ഇപ്പൊ ആദ്യമേ നമുക്ക് ലോൺ ചെയ്ത് വരുമ്പോൾ ഒരുവിധം അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതേ കണക്കത്തുള്ള സാധനങ്ങൾ കിട്ടും നമുക്ക് ഓൾറെഡി. നമുക്ക് അത് വെച്ച് അപ്ഗ്രേഡ് ചെയ്ത് പോവാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ചുമ്മാ കാണിച്ചു തരുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ സ്റ്റെയറിന്റെ ഓപ്ഷൻ എന്താ ഇവിടെ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു സ്റ്റെയർ ഫ്രീ ആയിട്ട് ഇവിടെ തന്നെ തരും. ഇത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് നിങ്ങൾ നോക്കിയാൽ മതി അപ്ഗ്രേഡ് ചെയ്യാൻ. ഇങ്ങനെ ഇതിപ്പോ ഞാൻ ചുമ്മാ ചെയ്യുന്നതേ ഉള്ളൂ. ഇതിപ്പോ 2 സ്റ്റെയർ ചെയ്യാൻ വെച്ചപ്പോഴത്തേക്ക് 4 ആയി. കണ്ട, ഇതേ കണക്ക് നമുക്ക് മുകളിലോട്ടും വെക്കാം. ഇനി പറ്റുമെങ്കിൽ കാണിച്ചു തരാം. പിന്നെ മുകളിലും ഫ്ലോർ തന്നെ കൊടുക്കുക. ഈ ഫ്ലോർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. മുകളിലും അത് നമുക്ക് കൂടിയ ഫ്ലോർ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ ഫ്ലോർ നമുക്ക് വെക്കുമ്പോൾ തന്നെ ഒരുവിധം ഇത് ഫില്ലാവും. കണ്ട, ഇത് ഫില്ലായി കഴിഞ്ഞു. ഈ 40 എന്നുള്ള കറക്റ്റ് ഫുള്ളായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിപ്പോ ഒരെണ്ണം വെച്ചിട്ട് കഴിഞ്ഞാൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവത്തില്ല. കണ്ട, അതിന് നമ്മൾ ഇതൊരെണ്ണം എടുത്ത് മാറ്റണം. ആ 40 എന്നുള്ളത് 40-ൽ തന്നെ കറക്റ്റ് ചെയ്ത് നിർത്തണം. ഓക്കെ,
അത് കഴിഞ്ഞ് നമുക്ക് ഇനി ഇതിനകത്ത് ഒന്നും നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി പോകേണ്ട നേരെ പെയിന്റിലോട്ടാണ്. മെറ്റീരിയൽ മെറ്റീരിയലിലോട്ട് പോയിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന അവർ തന്നെ ഫ്രീ ആയിട്ട് തരും കുറച്ച് പെയിന്റുകളും കാര്യങ്ങളും. ഇതൊക്കെ ഇതിന്റെ കൂടെ കിട്ടിയതാണ്. ഇത് മാക്സിമം നമ്മൾ പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഈ 4 പോയിന്റ് ഉള്ളതിനും പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഈ 12 പോയിന്റ് കാണിക്കുന്നുണ്ടോ ഈ സാധനങ്ങൾ കാണിച്ചു തരാം. ഈ 12 പോയിന്റ് അതാണ് 1200 പോയിന്റ് ആണ് ഇതിന്. ഇതൊക്കെ മാക്സിമം പർച്ചേസ് ചെയ്തെടുക്കാൻ നോക്കുക. അന്നേരം നമ്മളെ ബിൽഡിങ്ങിന്റെ ലെവൽ കൂടുതലായിരിക്കും. പക്ഷെ ഇതിന് പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന് ലിമിറ്റ് ഇല്ല. ഇതിനകത്ത് ലിമിറ്റേഷൻ കൊടുക്കുന്നില്ല. അത് പിന്നെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് നമ്മളെ ഹോം ലെവൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോയിന്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചാലേ ഹോം ലെവൽ കൂടത്തുള്ളൂ. നമുക്ക് നോക്കാം. ഇത് ചിലപ്പോൾ ഫുള്ള് ഇതിനകത്ത് കൊടുക്കട്ടെ. നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള സ്റ്റെയർ ആണെങ്കിൽ ഈ സ്റ്റെയറിനകത്ത് ഇത് ഇറക്കി കൊടുക്കാം. പക്ഷെ ഈ സ്റ്റെയറിനകത്തൊന്നും നമുക്ക് പെയിന്റ് കൊടുക്കാൻ പറ്റില്ല. പൈസ അല്ല, മറ്റേ കോയിൻ കൊടുത്തെടുക്കുന്നതാണ്. പിന്നെ കോയിൻ നമുക്ക് ഡെയിലി ഉള്ള 480 കോയിൻ കിട്ടുന്ന രീതിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അല്ല, അത് നമ്മൾ കറക്റ്റ് സമയത്ത് ലോഗിൻ ചെയ്ത് അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കോയിനും കിട്ടും. അടുത്ത തവണ ഈ ടൈമിങ് വരുമ്പോൾ അടുത്ത തവണ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ഇതിപ്പം മെറ്റീരിയലിനകത്ത് ഫുൾ എന്റെ തീർന്നിട്ട് ഇനി നമുക്ക് ഫർണിച്ചറിനകത്തോട്ടാണ് പോകേണ്ടത്. ഫർണിച്ചർ അവര് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് കയറുമ്പോൾ തന്നെ കുറച്ച് ഫർണിച്ചേഴ്സ് തരും. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അവര് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് തരും. അതെല്ലാം നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. ഇത് ഞാൻ ചുമ്മാ ഫിക്സ് ചെയ്യുന്നതല്ല. ഇതൊക്കെ 12 പോയിന്റേ ഉള്ളൂ. ഇതിൽ കൂടുതൽ പോയിന്റ് ഉള്ളതുണ്ട്. അത് നമ്മൾ കോയിൻ കൊടുത്തെടുക്കുന്ന സാധനങ്ങളുണ്ട്. ഇതൊക്കെ കോയിൻ കൊടുത്തെടുക്കുന്ന കാണിച്ചു തരാം. കണ്ട 3000 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. പക്ഷെ അത് 30 പോയിന്റ് ആണ് അന്നേരം വരുന്നത്. അതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലും ഗുണമായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ഈ കുറഞ്ഞ പോയിന്റുകൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഫർണിച്ചേഴ്സിന്റെ ഇതും ഫുള്ളായി പോകും പെട്ടെന്ന്. നമ്മൾ എത്രയും കൂടുതൽ പോയിന്റ് ഉള്ള എടുക്കുന്നോ അത്രയും നല്ലതാണ്. അതാണ് തന്നെ ഈ കട്ടിലും നിങ്ങൾ മാക്സിമം ഇത് ഒഴിവാക്കുക. 2 പോയിന്റ് ഉള്ള മാക്സിമം അത് ഒഴിവാക്കിയിട്ട് പിന്നെ ഒരു 9 പോയിന്റ് ഉള്ള നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് 9 പോയിന്റ് ആണ് ഇതിന്റെ ഇത്. പിന്നെ ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെലവായിരിക്കും. ഇത് ഫ്രീ ആയിട്ടുള്ള രീതിയിലുള്ള ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. വേറെക്കാന്നെ യൂസ് പൊട്ടിച്ച് ചെയ്യുന്നുള്ളവർക്ക് ബാക്കിയുള്ള ഇത് ചെക്കിയിട്ട് യൂസ് ചെയ്ത ഇത് ഓപ്ഷൻ കൊടുത്ത് യൂസ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് വാങ്ങാൻ പറ്റും. കാണിച്ചു തരാം. കണ്ട, യൂസ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് വാങ്ങാൻ പറ്റും. പക്ഷെ യൂസ് ഒരുപാട് പോകും. അതുകൊണ്ട് നമുക്ക് നോർമൽ രീതി മതിയെങ്കിൽ നമുക്ക് നോർമൽ രീതി ചെയ്യാൻ പറ്റും. ഇതിപ്പോ നോർമൽ രീതിയിലുള്ള വീഡിയോസ് ആണ് ഞാൻ കാണിക്കുന്നത്. അതാണ് തന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം ഒരു ഇന്റർഫേസ് ആയിട്ടൊക്കെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഒരു വീഡിയോ കാണിച്ചില്ല. അതിന്റെ കൂടെ കിട്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. പിന്നെ ടേബിള് ഇതെല്ലാം ഞാൻ ചുമ്മാ ഇങ്ങനെ വെക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കൂടുതൽ ലെങ്ത് ആവാതിരിക്കാൻ, വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം പോയിന്റ് കൂടുതലുള്ളതാ. പോയിന്റ് കൂടുതലുള്ളത് നോക്കി നമ്മൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കുക. വേണ്ട, ഇത് അങ്ങനെ ഒരു സാധനമാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി. ഇത് നമുക്ക് മോഡിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. കണ്ട, ഇതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അത് അതിന് യൂസേജ് ചിലവുണ്ട്, കുറച്ച് ഇതുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു ഓൾമോസ്റ്റ് സാധനം ഫർണിച്ചേഴ്സ് ചെയ്യണം. അപ്പൊ നമുക്കിത് സേവ് കൊടുക്കാം. ഇപ്പൊ എൻ്റെ കിട്ടിയിരുന്ന ഇത് പോയിന്റ് എന്ന് പറഞ്ഞാൽ 393 പോയിന്റ്സ്. ഇത് വെച്ച് നമ്മൾ സേവ് കൊടുക്കണം. ഒരു തവണ സേവ് കൊടുത്തതിന് ശേഷം വീണ്ടും സേവ് ഓൾ എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇത് കഴിയുമ്പോൾ ബിൽഡിംഗ് ഈസ് ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും. എന്നിട്ട് നമ്മൾ ഈ മുകളിൽ കണ്ട ഏറ്റവും മുകളിൽ അതിനകത്ത് റീ എൻട്രി കൊടുക്കണം. റീ എൻട്രി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെയ്ത ഇത് നേരെ ഇവിടെ വരും, അപ്ലോഡ് ആവും. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമ്മൾ ഇത് അപ്ലോഡ് ആവത്തുള്ളൂ. കണ്ട, നമ്മൾ അവിടെ ചെയ്തതാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കാണിച്ചു തരാം. അപ്ഗ്രേഡ് ചെയ്തേണ്ട, ഇപ്പൊ ലെവൽ 3 ആയി. പിന്നെ 3 പോകണമെങ്കിൽ ഇനി എനിക്ക് 4 ആയി. ഇപ്പൊ ലെവൽ 2 ആയിരുന്നു, ലെവൽ 3, ലെവൽ 4 ആയി. ഇനി നമുക്ക് 4 എടുക്കണമെങ്കിൽ
ഇനി 200 പോയിന്റ് ആണ് വേണ്ടത്. നമ്മളെ ഓൾറെഡി 300 പോയിന്റ് ആയിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് പോയിന്റിലോട്ട് പോവാം. അപ്പോഴത്തേക്ക് ലെവൽ 4 ആയി. ഈ ലെവൽ 4 ആകുമ്പോഴാണ് ഞാൻ പറഞ്ഞ സാധനം കിട്ടുന്നത്. അതാണ്ട് ഇവിടെ ട്രീ ഫിക്സ് ചെയ്യാൻ പറ്റും. കണ്ട, ഈ ട്രീ ഇങ്ങനെ ഫിക്സ് ചെയ്യണം. ഈ ട്രീ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്നാണ് ഇനി കോയിൻ കിട്ടുന്നത്. നമ്മൾ ഡെയിലി വന്ന് കോയിൻ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കോയിൻ കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 480 കോയിൻ കിട്ടും ഇതിൽ നിന്ന്. അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പൊ എനിക്ക് ഇനി 463 പോയിന്റ് ഉണ്ട് എൻ്റെ ഓൾറെഡി. എനിക്ക് ഇനിയും പോയിന്റ്, എനിക്ക് 250 പോയിന്റ് കൂടെ മതി ലെവൽ 5 ആക്കാൻ. ഇവിടെ ഞാൻ ലെവൽ 5 ആക്കി. എനിക്ക് അത്രയും പോയിന്റ് ഉണ്ടായിരുന്നു കയ്യിൽ, അതുകൊണ്ട് ഞാൻ ലെവൽ 5 ആക്കി. ഇനിയും എനിക്ക് ലെവൽ കൂട്ടാം. 300 പോയിന്റ് മതി, എനിക്ക് 400 ഉണ്ട്. അപ്പോൾ ഇനിയും ഞാൻ ലെവലാക്കി. ഇപ്പൊ ഞാൻ ലെവൽ 6 ആക്കി. ഇനി അടുത്ത 7 പോകുന്നതിന് 350 പോയിന്റ് ആണ് വേണ്ട. ഇതാ കണ്ട, ഇവിടെ കാണിക്കുന്നുണ്ട് 350 പോയിന്റ്. ആ പോയിന്റ് വേണം. ആ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയും പോയിന്റ് വേണം. അത് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് പിന്നെ വീണ്ടും ഓക്കെ അല്ല. ഇനി എനിക്ക് പോയിന്റ് 400 ഉണ്ട് എൻ്റെ ഓൾറെഡി. ബട്ട് എൻ്റെ കോയിൻ ഇല്ല. 450 കോയിൻ വേണം. ഈ കോയിനും നമുക്ക് യൂസ് കൊടുത്ത് വാങ്ങാം. 27 യൂസ് ഉണ്ടെങ്കിൽ 270 കോയിൻ കിട്ടും. ഓക്കെ, അപ്പോഴത്തേക്ക് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ സൈഡ് ഇത് കാണിക്കുന്ന കണ്ട, ഇത് നമുക്ക് കളക്ട് ചെയ്യാൻ കാണിക്കും. മാക്സിമം നമ്മൾ ഇത് കളക്ട് ചെയ്യാതിരിക്കാൻ നോക്കണം. ഇത് ഒന്നിനും ഇതില്ല, നമുക്ക് യൂസിങ് അല്ല. മാക്സിമം ഇത് കളക്ട് ചെയ്യാൻ നോക്കണം. ഏറ്റവും ലാസ്റ്റ് ഉള്ളതും കളക്ട് ചെയ്ത് മിഡിലുള്ളതും കളക്ട് ചെയ്യണം. മിഡിലുള്ള അടുത്ത ട്രിപ്പായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ കാണിക്കും. അതും കളക്ട് ചെയ്യാം. ഇപ്പോഴത്തേക്ക് 7 ലെവലായി. അപ്പോഴത്തേക്ക് 7 ലെവൽ. അപ്പോഴത്തേക്ക് എനിക്ക് ഇനി കോയിന്റെ ആവശ്യമുണ്ട്. കോയിൻ എവിടുന്നെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യും. കോയിൻ ഇനി പറയുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണ്ടുള്ളൂ. നമുക്കിപ്പം നമ്മളെ ട്രീയിൽ കോയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഈ ട്രീ ലെവൽ ഫുൾ ആയിട്ടുള്ള, ഇത് എൻ്റെ ബെറ്റർ അക്കൗണ്ടാണ്, ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ് ഇത്. ഇതിനകത്ത് 16 ലെവലായിട്ടുണ്ട്. നമുക്കിപ്പം എൻ്റെ ഫസ്റ്റ് അക്കൗണ്ടിലോട്ട് പോവാം. ആ അക്കൗണ്ടിൽ പോയിട്ട് നമുക്ക് ട്രീയിൽ നിന്ന് കോയിൻ കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വന്നതായി ഈ കോയിൻ ഈ ട്രീയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഫസ്റ്റ് കാണിക്കുന്നുണ്ട് കളക്ട് ഹോം കോയിൻ എന്ന് പറഞ്ഞു. കോയിൻസ് 5 ടൈംസ് എന്ന് പറഞ്ഞാൽ 5 വരെ വീട്ടിൽ പോയിട്ട് നമുക്ക് കളക്ട് ചെയ്യാം. ഇത് കണക്ക് ലെവലപ്പ് ആയിട്ടുള്ള വീഡിയോയിൽ പോയി 4 ലെവൽ കഴിഞ്ഞതിന് ശേഷം അവർ ട്രീ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പോയി കളക്ട് ചെയ്യാൻ പറ്റൂ. അതും കൂടെ ആലോചിക്കണം. ഓക്കെ, ഇങ്ങനെ പോയി കളക്ട് ചെയ്യാൻ പറ്റും. 25 കോയിൻ കിട്ടി. അതിനകത്ത് അത്രേ കോയിനേ ഉള്ളായിരുന്നു. നമുക്ക് ഇത് പിന്നെ ഈ ട്രീ വളർത്താനായിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കോയിൻ. ഇതിപ്പോ ചില സമയത്ത് 200, ചില സമയത്ത് 20 ആയിരിക്കും. ഇതിപ്പോ എൻ്റെ ഇത് കൊണ്ട് എനിക്ക് 200 കിട്ടി. നമ്മളെ ഫ്രണ്ട്സിലുള്ളവരെ മാത്രമേ നമുക്ക് പോയി കോയിൻ കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ഉള്ളവരെ പോയി കോയിൻ അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഇപ്പൊ എത്ര ലെവൽ 1? ഇവരാരും അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അപ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് തിരിച്ച് ബാക്ക് ഹോമിലോട്ട് പോവാം. മൈ ഹോമിലോട്ട് വന്നിട്ടുണ്ട് ഞാൻ. ഇപ്പം എനിക്ക് 363 കോയിൻ ആയതേ ഉള്ളൂ. 65 കോയിൻ ആയതേ ഉള്ളൂ. ഇനിയും കോയിൻ വേണം. ഓക്കെ, അതായത് തന്നെ നമ്മൾ ലെവലപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കിട്ടും. ഇത് പെയിന്റ് ആണ്, മെറ്റീരിയൽ ആണ്, പെയിന്റ് മെറ്റീരിയൽ. പിന്നെ ഇത് നമുക്ക് അവിടുത്തെ മാനേജറിന്, നമ്മുടെ ഹോം കീപ്പർ മാനേജർ എന്നും പറയും, അതിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള സാധനമാണിത്. ഇതും വാൾ പെയിന്റ് ആണ്, വാൾ മെറ്റീരിയൽ. ഇതൊരു ഗാർഡൻ ടൈപ്പ് ഇതാണ്, ഗ്രാസ്.
അത് കണക്കാണ് അത് തന്നെ വീണ്ടും കിട്ടും. എനിക്ക് ഈ ഹോമിലോട്ട് പോവാം. ഞാൻ ഈ ഹോമിലോട്ട് പോവുകയാണ്. ആയിട്ടുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ ചുമ്മാ കിടന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ഇതിനകത്ത് അച്ചീവ്മെന്റ് കംപ്ലീറ്റ് ആവും. കുറച്ച് അച്ചീവ്മെന്റ്സ് കംപ്ലീറ്റ് ആവും ഇത് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക്. അതും ഒന്നാമത്തെ കാരണമാണ്. പിന്നെ നമ്മൾ ലെവൽ അപ്പായി ലെവൽ 10 വരുമ്പോഴാണ് നിങ്ങൾ ഇത് കാണേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അതാ ഈ കോയിൻ കിട്ടും. ഈ കോയിൻ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് ചെയ്യുന്നത്. ഇത് പോയി സ്പിൻ ചെയ്ത് കളയും. അത് ഒരിക്കലും സ്പിൻ ചെയ്ത് കളയരുത്. അത് നിങ്ങൾ കാണിക്കുന്ന വെറും ഒരു മണ്ടത്തരം മാത്രമായിരിക്കും. പിന്നെ ഇങ്ങനെ ലെവലപ്പായി പോകുമ്പോഴത്തേക്ക് നമുക്ക് 10ാമത്തെ ലെവലിൽ ഇതേ കണക്കത്തെ ഒരു ജനറൽ കിട്ടും. ഇതേ കണക്കത്തെ ജനറലൊക്കെ നിങ്ങൾ മാക്സിമം വാങ്ങിച്ച് കൂട്ടി നമുക്ക് ബിൽഡിംഗ് പണിയാൻ നോക്കുക. നല്ല പോയിന്റ് കയറും. ഇത് നല്ലൊരു ഇതാണ് വിൻഡോ ഗ്ലാസ് വിൻഡോ. പിന്നെ ഇത് കണക്കെ ക്ലീൻ ആയിട്ടുള്ള വൈറ്റ് ഈ കട്ടൺ ഇല്ലാത്ത വിൻഡോസ് കാണും. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്തിരി കൂടെ നല്ലതായിരിക്കും. പക്ഷേ എടുപ്പ് രണ്ടും എടുപ്പാണ്. പക്ഷെ പിന്നെ ഡോറ്, ഈ ഡോറ് മാക്സിമം വാങ്ങാതിരിക്കാൻ നോക്കും എല്ലാവരും. ഈ ഡോറിന് പകരമായിട്ട് ഞാൻ വേറെ ഡോർ കാണിച്ചു തരാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിപ്പോ ഇത് ഫ്രീ ആയിട്ട് വരുന്നത് ഡെവലപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇത് ഇത്ര. അത് കണക്ക് തന്നെ ഇത് DVD പ്ലെയർ ആണ്. CD പ്ലെയർ, DVD അല്ല, DVD CD പ്ലെയർ ഓക്കെയാണ്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും നമുക്ക് ഫ്ലോർ കിട്ടും, വോള് കിട്ടും, പിന്നെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഇതും കിട്ടും. പിന്നെ നമുക്ക് 14ാമത്തെ ലെവൽ വരുമ്പോഴത്തേക്ക് ഇതേ കണക്കത്തെ ഒരു വാട്ടർ ഇത് കിട്ടും. വാട്ടർ ഫൗണ്ട്. പിന്നെ നമുക്ക് 15ാമത്തെ ലെവൽ വരുമ്പോൾ വീണ്ടും ആ കോയിൻ കിട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് ഈ കോയിനൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ യൂസ് മുടക്കി വാങ്ങുന്ന സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. ഇത് ഇവര് തന്നെ തരുന്ന സാധനമാണ്. ഇതിന് നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതേക്ക് ലെവലപ്പായി പോയി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതേക്ക് ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ കിട്ടുകൊണ്ടിരിക്കും. പിന്നെ 20ാമത്തെ ലെവൽ ആകുമ്പോഴത്തേക്ക് വീണ്ടും 25 കോയിൻ കിട്ടും. വീണ്ടും ഒരു 25 ഏകേ. പിന്നെ 22 ആകുമ്പോഴത്തേക്ക് ഇതേ കണക്കത്തുള്ള ഫ്ലോർ കിട്ടും. ഇതേ കണക്കത്തുള്ള ഫ്ലോർ മാക്സിമം നിങ്ങൾ വാങ്ങിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ കോസ്റ്റ് ഇത് പോകത്തില്ല, വേസ്റ്റ് മെറ്റീരിയൽ പോകത്തില്ല. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് 20 പോയിന്റാണ് ഇതിന് വരുന്നത് ഒരെണ്ണത്തിന്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഹോം ബിൽഡ് ചെയ്യുന്നതിന് എളുപ്പമായിരിക്കും. അത് കണക്ക് തന്നെ ഇതേ കണക്കത്തെ വിൻഡോസുകൾ വാങ്ങാൻ ശ്രമിക്കുക. ഇതേ കണക്കത്തെ വിൻഡോസ് നല്ല പോയിന്റാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ പോയിന്റ് ഒക്കെ നമുക്ക് ഷോപ്പിലായിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. പിന്നെ 25ാമത്തെ ലെവൽ ആകുമ്പോഴാണ് നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇതിന്റെ ലെവൽ കൂടും. ലെവൽ എന്ന് വെച്ചാൽ ഇതിന്റെ സൈസ് കൂടും. നമുക്ക് ബിൽഡിംഗ് പണിയാൻ പറ്റുന്ന, ഹോം പണിയാൻ പറ്റുന്നതിന്റെ സൈസ് കൂടും. അപ്പോഴത്തേക്ക് നമുക്ക് 25ാമത്തെ ലെവൽ ആകുമ്പോൾ ഒരു ടൈറ്റിൽ കിട്ടും. അടുത്ത 26ാമത്തെ ലെവൽ ആകുമ്പോൾ നമുക്ക് വീണ്ടും ഇത് കിട്ടും. ഞാൻ പറഞ്ഞ ആ റൂഫ് അല്ല, ഫ്ലോർ. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ വരുന്നത് 30ാമത്തെ ലെവൽ. 30ാമത്തെ ലെവൽ വരുമ്പോഴാണ് നമുക്ക് ഈ ലയനില്ലേ, ലയന്റെ ഒരു ഔട്ട്ഫിറ്റ് കിട്ടും. ലയൻ അല്ല കിട്ടുന്ന, ലയന്റെ ഔട്ട്ഫിറ്റ് ആണ് കിട്ടുന്നത്, ഒരു മെത്തിക് ഔട്ട്ഫിറ്റ്. പക്ഷെ ലയൻ ഉള്ളവർക്കാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും. മെത്തിക് ഔട്ട്ഫിറ്റ് കിട്ടും, ലയന്റെ ഒരു മെത്തിക് ഔട്ട്ഫിറ്റ് 30ാമത്തെ ലെവലാകുമ്പോൾ. നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാം. 31ാമത്തെ ലെവലാകുമ്പോൾ നമുക്ക് 5000 കോയിൻ കിട്ടും. ഇത് നമ്മൾ ലെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ പോയിന്റ് കാണിക്കുന്നുണ്ട്, ഈ 2000 പോയിന്റ്. ആ പോയിന്റ് നമ്മൾ അവിടെ ഹോമിന്റെ മുകളിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു, അവിടെ ആ പോയിന്റ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. 31. പിന്നെ മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 40ാമത്തെ ലെവൽ വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ടൈറ്റിൽ വരുന്നതായിരിക്കും. നമുക്ക് ലെവലപ്പായി പോവാം. ഇത് നമുക്ക് അടുത്ത ലെവലപ്പ് അങ്ങനെ ചെയ്തേക്കാം. അടുത്ത എനിക്ക് 9 ലെവലുകൾ മാക്സിമം ഇപ്പൊ ചെയ്യാൻ പറ്റും. ഇപ്പൊ 400 പോയിന്റ് മതി. ഇപ്പൊ ഞാൻ അടുത്ത ലെവൽ ചെയ്യുന്നു. 9ാമത്തെ ലെവൽ, 8ാമത്തെ ലെവൽ അപ്പോഴത്തേക്ക് ഗോ. എനിക്ക് പക്ഷെ ഇങ്ങനെ വീട് വയ്ക്കാം. പക്ഷെ എനിക്കിനി അത് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. ബട്ട്
എനിക്ക് അതിനുള്ള മെറ്റീരിയൽ ഇല്ല ഇതിനത്ര. അത് പിന്നെ പർച്ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ഇനി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതാണ് അടുത്ത നമുക്ക് ഓപ്പൺ ആയി കിട്ടിയിട്ടുള്ളത്. അപ്പോഴത്തേക്കും നമ്മൾ മാക്സിമം ഇതെടുക്കാൻ നോക്കുക. ഇതാണ്, അതെടുത്താൽ മതി. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇതാണ് നല്ലത്. ഇത് ഈ കാണുന്ന എല്ലാം പോയിന്റ് കൂടുതലാണ്. ഇതും പോയിന്റ് കൂടുതലാണ്, ബട്ട് രണ്ടും പോയിന്റ് കൂടുതലാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അത് വെച്ച് അതെടുക്കാം. ഇപ്പൊ ഞാൻ എന്തായാലും ഇത് രണ്ടാമത്തെ തന്നെ എടുക്കുക. കാരണം ഇതിൽ കുറച്ച് പോയിന്റ് കൂടുതൽ കിട്ടുന്ന സാധനങ്ങൾ 4 ഉണ്ട്. അത് ഞാൻ അതുകൊണ്ട് അത് മാത്രം അതെടുക്കും. ഇത് പിന്നെ നമ്മൾ ഇപ്പം ഈ ഹോം ബിൽഡിങ്ങിൽ കയറിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സാധനങ്ങളൊന്നും നമ്മൾ ഇതിൽ കാണത്തില്ല. കണ്ട, നമ്മൾ അതെല്ലാം പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ എവിടെ പോയി ആലോചിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടുള്ളത് നേരെ ഇതിന് ഫുള്ളായിട്ട് ഇറങ്ങണം. നമ്മൾ ഇൻവെന്ററിയിലോട്ട് പോകണം. നേരെ ഇൻവെന്ററിയിലോട്ട് പോകണം. ഇൻവെന്ററി ചെയ്തിട്ട് ബോക്സ് എടുക്കണം. ഈ ബോക്സിന്റെ ഇത് എടുത്തിട്ട് കണ്ട 2 ബിൽഡിങ്ങിന്റെ ഇത് ഫോട്ടോ ആണെന്നല്ല നമ്മൾ കണക്ട് ചെയ്ത് അത് യൂസ് കൊടുത്ത് ഓപ്പൺ ചെയ്യണം. അപ്പൊ നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടും. കണ്ട, അതേ കണക്ക് തന്നെ അതിന്റെ ഇപ്പുറത്തായിട്ട് മറ്റതും കാണും. അത് ഓപ്പൺ ചെയ്യുക, നമുക്ക് അടുത്ത ഇതും കിട്ടും. ഇതിനൊക്കെ നല്ല പോയിന്റ് കിട്ടുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ലാസ്റ്റത്തെ എടുത്തത്. മാക്സിമം നിങ്ങൾ ലാസ്റ്റത്തെ മാക്സിമം എടുക്കാൻ നോക്കുക, അത് നല്ല പോയിന്റ് കിട്ടുന്നതാണ്. അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വീണ്ടും ഹോമിലോട്ട് പോകണം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഷോപ്പ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ല നിങ്ങൾ സ്പിൻ ചെയ്ത് കളയുമെന്ന്. സ്പിൻ ചെയ്ത് കളയരുതെന്ന് പറയും. ഇത് നമുക്ക് ആദ്യമേ ഡെയിലി നമുക്ക് ഒരു 300 കോയിൻ കൊടുത്ത് സ്പിൻ ചെയ്യാൻ പറ്റും. എൻ്റെ ഇപ്പൊ കോയിൻ ഇല്ല അതിനുള്ള. കുഴപ്പമില്ല. 5 കോയിൻ, അതിനുള്ള കോയിൻ എൻ്റെ ഇല്ല. അതിനുള്ള കോയിൻ എൻ്റെ ഇല്ല. അതിനുള്ള കോയിൻ വരുമല്ലോ. ഇല്ല, അതിനുള്ള കോയിൻ കാണത്തില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് 300 ഇത് കൊടുത്ത് സ്പിൻ ചെയ്യാൻ പറ്റും. ഡെയിലി സ്പിൻ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും മെത്തിക്ക് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അതേസമയം ചിലപ്പോൾ നേരെ ഒന്ന് ഈ കോയിനകത്തായിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ ഇതിനകത്തായിരിക്കും. നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഈ ആദ്യം കാണിച്ച ഈ വോൾ പെയിന്റ് ആണ് കിട്ടുന്നതെങ്കിൽ, വോൾ പെയിന്റ് മെറ്റീരിയൽ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് 63 പോയിന്റ് ആണ് കിട്ടുന്നതാണ് ഹോം പോയിന്റ്. പിന്നെ അതേസമയം ഈ കരടി കിട്ടുവാണെങ്കിൽ, ബലൂൺ പിടിച്ചിട്ടുള്ള കരടി, ബലൂൺ അല്ലല്ലേ, ലാമ്പ്, ഈ കരടിയുടെ ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 120. അതേ കണക്ക് തന്നെ ഈ കുഷൻ പോലത്തെ നമ്മളെ ഇത് കുഷൻ നമ്മളാ ഊഞ്ഞാൽ കാണുന്നത്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 160 പോയിന്റ്. ഈ സോഫ സെറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ഞങ്ങൾക്ക് 200 പോയിന്റ് ആണ് കിട്ടുന്നത്. 200 പോയിന്റ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37 പോയിന്റ് ആണ് കിട്ടുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് ഫിക്സ് ചെയ്യാം. പക്ഷെ ഇത് 37 പോയിന്റ് എന്ന് പറയുമ്പോൾ 3700 ഇത് കൊടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു അത് ഇത് കൊടുത്താലേ ഇത് കിട്ടത്തോളം തോന്നുന്നു. അതല്ല മറ്റേത് കൊടുക്കണമെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം കാണിച്ച ഒരു കോയിൻ ഇല്ലേ, ആരും യൂസ് ചെയ്തതെന്ന് പറഞ്ഞത്, അത് യൂസ് കൊടുത്ത് വാങ്ങുന്നത്. ഇത് യൂസ് കൊടുത്ത് വാങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഹോമിലോട്ട് പോവാം. എൻ്റെ ഹോമിലോട്ട് വന്നിട്ടുണ്ട് ഞാൻ. അപ്പൊ എൻ്റെ ഇത് ഫുൾ ആയിട്ടില്ല. എനിക്കിനി അപ്ഗ്രേഡ് ആവണമെങ്കിൽ ഇനി കോയിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റും ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സിന് നിങ്ങൾക്ക് അയച്ചു കൊടുക്കുക. ഈ ബിൽഡിംഗ് ഇങ്ങനെ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഞാനൊരു ഷോപ്പിലെ വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. ഷോപ്പിലെ ഏതൊക്കെ വിൻഡോസും വോളും
ഫ്ലോറും ഒക്കെയാ വാങ്ങുന്നതെന്നുള്ളതായിട്ട് ഒരു പാർട്ട് 2 ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ. നിങ്ങൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്തേക്കണേ കൂട്ടുകാരെ. ബൈ.